മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ മാത്രമാണ് മുന്നറിയിപ്പിന്റെ ഭാഗമായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് പുറത്തുവിട്ട മുന്നറിയിപ്പിൽ അടുത്ത മണിക്കൂറിൽ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയതോ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഇതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിലേക്ക് ഉയരുകയാണ്. നിലവിൽ 135.75 അടിയാണ് ജലനിരപ്പ്. വൃഷ്ടി പ്രദേശമായ പെരിയാർ കടുവ സങ്കേതത്തിലെ വനത്തിൽ വീണ്ടും മഴ തുടങ്ങിയതോടെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. മഴയും നീരൊഴുക്കും ശക്തമായി തുടർന്നാൽ ഇന്ന് തന്നെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നേക്കും. ഇതിന് തീരത്തുള്ള ജനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുവാനും നിർദ്ദേശം നൽകിയിരുന്നു. മാറി താമസിക്കുന്നവർക്ക് 20ലധികം ക്യാമ്പുകൾ സജ്ജമാക്കിയതായും ജില്ലാ ഭരണകൂടം അറിയിച്ചു. കാഞ്ചിയാർ, ആനവിലാസം, ഉടുമ്പൻചോല എന്നിവിടങ്ങളിൽ നിന്ന് 883 കുടുംബങ്ങളിലെ 3220 പേരെയാണ് മാറ്റുക. വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് മുൻപ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുവാൻ ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി റവന്യൂ, പോലീസ് അധികാരികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. പകൽ സമയത്ത് മാത്രമേ ഷട്ടറുകൾ തുറക്കാവൂവെന്ന് തമിഴ്നാടിനോട് അഭ്യർത്ഥിച്ചതായും കളക്ടർ അറിയിച്ചു. വെള്ളിയാഴ്ച 4 മണി വരെ ജലനിരപ്പ് 135.25 ആയിരുന്നു. മഴ തുടർന്നാൽ ജലനിരപ്പ് ഇനിയും ഉയർന്നേക്കും. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ജില്ലാ ഭരണകൂടം തയ്യാറാണ്. റവന്യൂ, പോലീസ് അധികാരികളുടെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളും കൃത്യമായി പാലിക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. വടക്കു പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ കേരളത്തിൽ ഉൾപ്പെടെ മഴ കുറയുകയും മഴയുടെ വിതരണം രാജ്യത്തിന്റെ കിഴക്കൻ മധ്യ പടിഞ്ഞാറൻ മേഖലയിലേക്ക് നീങ്ങുകയും ചെയ്യും. വടക്കൻ ഒഡീഷ തീരത്തേക്ക് ചേർന്നാണ് നിലവിൽ ന്യൂനമർദ്ദമുള്ളത്. അതിനാൽ കേരളത്തിൽ ഉൾപ്പെടെ നിലവിൽ മഴയുടെ ശക്തിയിൽ ഗണ്യമായ കുറവുണ്ട്. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ കനത്ത മഴയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിൽ ലഭിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ദീർഘമായ ഇടവേളകൾ ലഭിച്ചു. തെക്കൻ കേരളത്തിൽ മഴ വിട്ടുനിന്ന ദിവസമായിരുന്നു ഇന്ന്. വടക്കൻ കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴ വൈകിട്ട് വീണ്ടും തുടങ്ങി. പകൽ വെയിൽ തെളിയുകയും ചെയ്തിരുന്നു. തുടർച്ചയായ കനത്ത മഴ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ മൺസൂൺ സീസണിൽ ഒറ്റപ്പെട്ട മഴ പ്രതീക്ഷിക്കാം. 30ഓടെ മറ്റൊരു ന്യൂനമർദ്ദം ഇതേ ലൊക്കേഷനിൽ രൂപപ്പെടുവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കാലവർഷം കേരളത്തോടൊപ്പം കിഴക്കൻ സംസ്ഥാനങ്ങളിലും സജീവമാണ്. ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ ദിവസം മേഘവിസ്ഫോടനമുണ്ടായി. ഇന്ന് കേദാർനാഥിലെ പ്രധാന പാതയിൽ മണ്ണിടിച്ചിലുണ്ടായി സഞ്ചാരികൾ ഒറ്റപ്പെട്ടു. ദേശീയ ദുരന്ത നിവാരണ സേനയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. അടുത്ത 36 മണിക്കൂറിനകം ഇപ്പോൾ ഒഡീഷ തീരത്തുള്ള ന്യൂനമർദ്ദം കരകയറി ദുർബലമാകും. പടിഞ്ഞാറൻ ബംഗാളിനും ബംഗ്ലാദേശിനും മുകളിലുള്ള ഈ സിസ്റ്റം ദുർബലമായി ഇല്ലാതാകും. അടുത്തയാഴ്ച മധ്യ ഇന്ത്യയിലും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലേക്കും മഴയെത്തും. വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനത്തും ന്യൂനമർദ്ദം കരകയറി ദുർബലമാകുന്നതോടെ മഴശക്തി കുറയും. ഈ മേഖലയിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നവർ ഇന്ന് ജാഗ്രത പാലിക്കണം. ഞായർ മുതൽ അവിടെ കാലാവസ്ഥ തെളിയും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.